തേക്ക് ബേഡെടുത്ത് മാറ്റല്ലേ. അപ്പം നമ്മുടെ പീക്ക് നെസ്റ്റ് എന്ന് പറയുന്ന ഒരു പേജിൻ്റെ കീഴിലാണ് നമ്മളെ പാക്കേജ് ചെയ്യുന്നത്. 5-6 കിലോമീറ്റർ വന്നില്ലേ? 5.5 കിലോമീറ്റർ ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ ഇനി ഹാർഡാണെങ്കിൽ ഉള്ളതേ ഉള്ളൂ. ആദ്യത്തെ പേര് KL21 ബ്ലോഗ്സ്, അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. കാടിൻ്റെ ആംബിയൻസ് ഉണ്ടല്ലോ, വളരെ മനോഹരമാണ്. കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ പോവുകയാണ്. ഉപ്പുവെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് കാണാൻ പറ്റും. മരങ്ങളും ചെടികളും. ഇതിൻ്റെ ഇതാണ് നമ്മുടെ ഒരു കാരക്ക. പല വീഡിയോസും ഇവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മക്കളെ അടിപൊളി, സൂപ്പറാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ അടിപൊളിയാണ്. ഇതുവഴിയാണ് കയറുന്നത് കേട്ടോ. പെട്ടെന്നൊരു ആംബിയൻസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും വിശാലമായിട്ടൊരു മൊട്ടക്കുന്നിലോട്ട് കയറിയിട്ടുണ്ട്. ബസ് റൂട്ടുണ്ട്. കൈ തുറന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൂവക്കുടി ബ്രിഡ്ജിലാണ്. പലപ്പോഴും നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ എപ്പിസോഡിൽ. പല വീഡിയോസും ഇവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നും അതുപോലെ നമ്മളൊരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ അടുത്ത് തന്നെയുള്ള കതിർമുടി. അപ്പോൾ ഈ ഇടയ്ക്കാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇങ്ങനൊരു ട്രക്കിംഗ് ഉള്ളതിൻ്റെ കാര്യം. അതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാടൊന്നും വന്നിട്ടില്ല, കുറച്ച് വീഡിയോസൊക്കെ വന്നിട്ടുള്ളൂ. പുറകെ വരുന്നുണ്ടായിരിക്കും ഒരുപാട് വീഡിയോസ്. അപ്പോൾ കതിർമുടി എന്ന് പറയുന്ന ട്രക്കിങ്ങിനാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്, സജിത്ത് കോട്ടൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളുണ്ട്. ആ പുള്ളിയാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് ഈ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്നത്. അവരുടെ പീക്ക് നെസ്റ്റ് എന്ന് പറയുന്ന ഒരു പേജുണ്ട്. ആ പേജ് വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ കോട്ടൂരാണ് നമുക്ക് എത്താനുള്ളത്. 8-8:30 നമുക്ക് കോട്ടൂർ എത്തണം. ഇപ്പോൾ രാവിലെ 7:30 കഴിഞ്ഞിട്ടുണ്ട്. കോട്ടൂർ ആന വളർത്തൽ സങ്കേതമല്ലേ, അവിടെ നിന്നാണ് നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ടാകുന്നത്. ടിക്കറ്റ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് പറയുന്നുണ്ട്. ഏകദേശം 15 പേരുണ്ട്. 5 പേരായിട്ടാണ് ഓരോ ടീമായിട്ട് വിടുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം. നമുക്ക് നേരെ കോട്ടൂരിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ കാപ്പുകാട് ആന വളർത്തൽ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. 8:30 ആയിട്ടുണ്ട്. നമുക്കിവിടെ വന്നിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ആധാർ കയ്യിൽ വെച്ചേക്കുക. ആധാർ കൊടുത്ത് നമ്മുടെ ഫോൺ നമ്പർ സൈന് ഇത്രയും കൊടുത്ത് നമ്മൾ അകത്ത് കയറാനുള്ള സെറ്റപ്പുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത്രയാണ്. അവിടെ നമ്മുടെ ഇത് ആന വളർത്തൽ കേന്ദ്രത്തിനകത്തേക്ക് കയറുന്ന ടിക്കറ്റ് എടുക്കുന്നില്ല, ആ ഒരു സ്ഥലം തന്നെയാണ്. അവിടെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ പാക്കേജിൻ്റെ രീതിയിൽ വരുന്നതുകൊണ്ട് റേറ്റ് ചെറുതായിട്ട് മാറും. എന്തായിരുന്നാലും ആൾക്കാരൊക്കെ അവിടെ റെഡിയാവുന്നേ ഉള്ളൂ. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരുപാട്. അതായത് നമ്മുടെ പാക്കേജിൻ്റെ ആൾക്കാർ മാത്രമല്ല, വേറെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അകത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചേന്നമ്പാറ ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ. ഇവിടെ വന്ന് നമ്മൾ വണ്ടി നമ്പരും ഒക്കെ എഴുതി കൊടുക്കണം. വണ്ടി നമ്പർ നമുക്ക് ഹെൽമെറ്റ് വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം. നമ്മുടെ ഹെൽമെറ്റ് എല്ലാവരും വന്ന ആൾക്കാരെല്ലാവരും ഇവിടെ വച്ചിട്ടാണ് പോയത്. അപ്പോൾ വണ്ടി നമ്പരും ഡീറ്റെയിൽസൊക്കെ ഫോൺ നമ്പരൊക്കെ നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അകത്തേക്ക് പ്രവേശനം കിട്ടി. ഇനി ഒരു 6 കിലോമീറ്റർ നമ്മൾ ഈ റോഡെ പോകണം. ഇപ്പോൾ തന്നെ 2-3 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ഏകദേശം ബൈക്കിലാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഉള്ള ആ ഒരു കാടിൻ്റെ ആംബിയൻസ് ഉണ്ടല്ലോ, വളരെ മനോഹരമാണ് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ അകത്ത് പോയതിന് ശേഷമാണ് നമ്മുടെ ട്രക്കിങ് യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സൈഡിൽ കൂടെ തന്നെ ഒരു പുഴ ഒഴുകി വരുന്നുണ്ട്. രാവിലെ ആയതിനാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ സമയം പോലും കിട്ടുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് ഇതുപോലെ 2 സൈഡിലുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റോഡിൽ കൂടെ തന്നെ ആ പുഴ ഒഴുകി പോകുന്നുണ്ട്. അത് ക്രോസ് ചെയ്താണ് നമ്മൾ പോവേണ്ടത്. അപ്പോൾ മഴയുള്ള സമയമൊക്കെ ഇങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. നമ്മൾ വന്നപ്പോൾ ഈ സിറ്റുവേഷനാണുള്ളത്. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ റോഡ് 2 തിരിയുന്നുണ്ട്. നമുക്ക് ഇടത്ത് സൈഡിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഇടത് സൈഡിൽ തന്നെ ഒരു കാത്തിരിപ്പ് കേന്ദ്രം, ബസ് കാത്തിരിപ്പ് കേന്ദ്രം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിശയം തോന്നി പോയപ്പോൾ ഇത് കണ്ടിട്ട്. ഈ റോഡിൽ കൂടെ ബസ് റൂട്ടാണ് കേട്ടോ. രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് 3 ബസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കറക്റ്റ് ടൈമൊന്നും അറിയില്ല. എന്തായിരുന്നാലും ഇത് ബസ് റൂട്ടാണ്. കുറച്ചുകൂടെ മുന്നിലോട്ട് പോകുമ്പോൾ വലത് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് അങ്കമ്പാടിയാണ്.
ഇപ്പോൾ ഇടത്തേക്ക് കാണുന്ന സൈഡിലേക്കാണ് നമ്മുടെ ട്രക്കിങ്ങിന് പോകാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ബൈക്ക് കൊണ്ട് സേഫായിട്ട് ഒരിടത്ത് വയ്ക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഇത് ബസ് റൂട്ടാണ്, അതുകൊണ്ട് ബൈക്കൊന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ വന്നത്, ഇവിടേക്കാണ് നമ്മൾ ബൈക്ക് കൊണ്ട് വെച്ചത്. ഈ വഴിയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ വന്നിട്ടുള്ള എല്ലാവരും ഇതുവഴി നടന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഗൈഡ് പോലെ തന്നെ നമ്മുടെ ആൾ തന്നെ നമ്മുടെ പരിചയമുള്ള സൈലന്റ് ആയിരിക്കണം. സൈലന്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കാട്ടിലോട്ട് വേണം പോകണത്. അപ്പൊ ഇതിൽ മൂന്നര കയറിയിട്ട് അങ്ങോട്ട് പോയിക്കോളി. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഗൈഡ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെ കൂടെ വന്ന 3 ടീം 15 ആളുകൾ ചേർന്നിട്ടാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നടത്തം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കൊണ്ടുവച്ചത് ബൈക്ക് കൊണ്ടുവച്ച കൈതോടെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ആദ്യം വന്നത്. കോട്ടൂർ ആന വളർത്തൽ കേന്ദ്രം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ആധാറൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം ചേന്നൻപാറ ചെക്ക് പോസ്റ്റ്. പിന്നെ അവിടെ നിന്ന് എല്ലാം ടപ്പനെ പോയി. കാര്യം ഞാനൊരു 5 മിനിറ്റ് താമസിച്ചാകുന്നത്, ബാക്കിയുള്ള എല്ലാവരും ഓക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് ഡിലേ ഇട്ടില്ല. അതുകൊണ്ടാണ് അവിടെ നിന്നുള്ള വീഡിയോ ഒന്നും എടുക്കാത്തത്. അവിടെ നിന്ന് നേരെ വന്നത് ചേന്നൻപാറ ചെക്ക് പോസ്റ്റ്. അവിടെ ബൈക്ക് നമ്പർ കാര്യങ്ങൾ എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ 6 കിലോമീറ്റർ എന്തോ ബൈക്കിൽ അകത്തോട്ട് വന്നു. അതാണ് ഈ കൈതോടെന്ന് പറയുന്ന സ്ഥലം. നമ്മൾ നേരത്തെ വെയിറ്റിംഗ് ഷെഡേ കണ്ടില്ലേ, ചുമ്മാല ബസ്സുണ്ട്, ബസ് റൂട്ടുണ്ട്. കൈതോടെന്ന് പറയുന്നത് സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറണമെങ്കിൽ നമുക്ക് അവിടെ എഴുതി കൊടുത്തിട്ടൊക്കെ സാധാരണ ഉള്ള ആൾക്കാർക്ക് കയറാൻ പറ്റൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ എന്തായിരുന്നാലും ഈ കൈതോടെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ബൈക്ക് കൊണ്ട് വെച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇനിയും ടീമുകൾ വരാണ്ട്, ടീമുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ റോഡ് നമ്മളുടെ ഏകദേശം 15 ആൾക്കാരുണ്ട്. നമ്മുടെ ടീമിൽ 5 3 ടീം. പിന്നെ സജിത്തുണ്ട്, പിന്നെ വേറെ ആൾക്കാർ നമ്മുടെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 9 മണിയായപ്പോൾ നമ്മൾ നടത്തം ആരംഭിച്ചിട്ടുണ്ട്. ഒരു സൈഡ് 6 കിലോമീറ്ററാണ്. എന്തായിരുന്നാലും അട്ട കാണുമെന്നാണ് പറയുന്നത്. 6 കിലോമീറ്റർ ഉണ്ട് ഒരു സൈഡ് പോകാൻ വേണ്ടിയിട്ട്. മുന്നോട്ട് പോകാം, ഒരുപാട് സമയം എടുക്കും എന്തായാലും. നമ്മൾ നടന്നു വന്ന വഴിയിൽ നിന്ന് വലത്തേക്ക് ഒരു വഴി തിരിയുന്നുണ്ട്. ഈ വഴിയാണ് നമ്മൾ പിന്നീട് വീഡിയോയിൽ പറയുന്ന സെറ്റിൽമെൻറ്റ് ഏരിയയിലേക്ക് ജീപ്പ് പോകുന്ന വഴി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ കതിർമുടിയിലേക്ക് പോകുന്ന വഴി സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, നമ്മൾ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്നാണ് ഒരു ടേണിംഗ് ഉള്ളത്. വലത്തേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ട്രിപ്പിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള സജിത് ബ്രോ ആണ്. ഒരു യാത്ര ആഗ്രഹിച്ചിരുന്നതാണ്. ബ്രോ എന്തെങ്കിലും പറയും. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ കതിർമുടി ട്രക്കിങ് ചെയ്യണത്. അപ്പം നമ്മുടെ പീക്ക് നെസ്റ്റ് എന്ന് പറയുന്ന ഒരു പേജിൻ്റെ കീഴിലാണ് നമ്മളെ പാക്കേജ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഒരു 12 പേരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇതിൽ 15 പേരുണ്ട്. അപ്പോൾ അതിൽ ഒരംഗം പ്രശാന്ത് ചേട്ടൻ, പിന്നെ അതുപോലെ നമ്മുടെ അഖിലേഷ്, അങ്ങനെ കുറച്ചധികം നമുക്ക് പരിചയമുള്ളവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പരിചയമില്ലാത്ത സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരുമായിട്ടും സൗഹൃദപരമായിട്ടാണ് പെരുമാറുന്നതും, നമ്മുടെ ട്രക്കിങ്ങിൽ എല്ലാവരുടെ അടുത്തും സൗഹൃദപരമായിട്ടാണ് പെരുമാറുന്നതും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പേജായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ ചാനൽ സജിത്ത് പുത്തോട് വ്ളോഗ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ പ്രശാന്ത് ബ്രോയുടെ ചാനലിലൂടെ നമ്മളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ ബ്രോ. ഓക്കെ, അപ്പോൾ ഞാനും ആഗ്രഹിച്ചിരുന്നതാണ് സജിത്ത് ബ്രോയുടെ കൂടെ ഒരു യാത്ര എന്ന് പറയുന്നത്. സജിത്ത് കോട്ടൂർ എന്നായിരുന്നു ചാനലിൻ്റെ പേര്. ഇപ്പോൾ സജിത്ത് പൊത്തോട് എന്ന് പറയുന്ന സ്ഥലമാണോ? എൻ്റെ ഊരിൻ്റെ പേരാണ് പൊത്തോട്. അപ്പോൾ ഈ കാടിനെ കുറിച്ചും അല്ലാതെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഏറ്റവും മെയിനായിട്ട് പുള്ളി ചെയ്യുന്നത് ഊരും സെറ്റിൽമെന്റ് ഏരിയയും ഉള്ള ഗ്രാമങ്ങളെ പറ്റിയിട്ടും കാടിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ ഒക്കെയാണ്. ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്നത്. നമ്മുടെ ഏരിയയിൽ ഒരു നല്ല വീഡിയോസ് ചെയ്യുന്നത് അങ്ങനെ കണ്ടാണ് പരിചയം. എന്തായിരുന്നാലും എനിക്ക് സന്തോഷം. ഒരുമിച്ച് ഒരു വീഡിയോയിൽ വരാൻ പറ്റിയത്. ഇവരുടെ പീക്ക് നെസ്റ്റ് അല്ലേ? അതാണ് ഇവരുടെ പേജ്, ട്രക്കിംഗ് പേജ്. ആർക്കെങ്കിലും കതിർമുടിയോ അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ വേറെ അരിപ്പ ചെയ്യും, വാഴ്വാന്തോല് ചെയ്യും. ഇപ്പൊ കതിർമുടിയാണ്. ഓക്കെ, അടുത്ത അരിപ്പ, പിന്നെ വാഴ്വാന്തോല്, അങ്ങനെ അത്യാവശ്യം ഹാർഡായിട്ടുള്ള ട്രക്ക്. ഇപ്പൊ രണ്ടാമത്തെ അല്ലേ? ഇപ്പൊ രണ്ടാമത്തെ ട്രക്കാണ്. അപ്പോൾ ആർക്കെങ്കിലും അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ പീക്ക് നെസ്റ്റ് പേജ് ഒന്ന് കയറി ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ പോത്തോട് വ്ളോഗ്സ് യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ വേറൊരു സുഹൃത്ത് ഫ്രണ്ടേ പോകുന്നുണ്ട്. പുള്ളി നമ്മുടെ ഒരു ലെവലിൽ വീഡിയോ ചെയ്യുന്ന ആളാണ്. ഫാമിലി ആയിട്ട് പോകുന്നുണ്ട്, സോളോ ആയിട്ട് പോകുന്നുണ്ട്. അഖിലേഷ് എന്നാണ് പുള്ളിയുടെ പേര്. അഖിലേഷ് അല്ലേ ബ്രോ?
ഞാനും പുള്ളിയുടെ വീഡിയോ കാണാറുണ്ട്. എന്നെ മിക്കവാറും പുള്ളി കാണാൻ ചാൻസ് ഇല്ല. ഞാൻ നമ്മുടെ സ്ഥലങ്ങൾ ഏകദേശം നമ്മൾ ചെയ്യുന്ന അതുപോലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് പുള്ളി എടുക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. നിങ്ങളുടെ ചാനലിൻ്റെ പേരോട് പറഞ്ഞു. ചാനലിൻ്റെ പേര് അഖിലേഷ് കുമാർ എന്നാണ്. ആദ്യത്തെ പേര് KL21 ബ്ലോഗ്സ്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഇപ്പോൾ മെയിനായിട്ട് ചെയ്യണത് ട്രാവൽ വീഡിയോ തന്നെയാണ് ചെയ്യണം. ഓക്കെ. അപ്പോൾ എനിക്കറിയാവുന്ന 2 പേരാണ്. ബാക്കി കുറേ പേരുണ്ട്, 15ഓളം പേരുണ്ട്. പിന്നെ ഇവിടുത്തെ ഗൈഡുണ്ട്, ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ട്. ഇപ്പോൾ 2 പേരെ ഞാൻ പരിചയപ്പെടുത്തി. ബാക്കിയുള്ള ആൾക്കാരെ ടൈം കിട്ടുന്നവരെ പരിചയപ്പെടുത്തി. നമ്മൾ 9:30 ആയിട്ടേ ഉള്ളൂ, അരമണിക്കൂറായിട്ടുള്ളൂ. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന് കാണിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇതല്ല. ഓക്കെ. എവിടെ നിന്നാണ് പറഞ്ഞത്? ഓക്കെ. നിങ്ങളെവിടെ ഏട്ടാ? എൻ്റെ പേര് സുനീഷ്, സ്ഥലം വട്ടിയൂർക്കാവ്. അതെ. അപ്പോൾ എന്തായാലും ട്രക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളിവിടെ ഉള്ള സൈറ്റായിരുന്നു ഇവിടെ ഉള്ളത് അല്ലേ? പേര് നിങ്ങളുടെ ചേട്ടനാ? സ്വന്തം ചേട്ടനാണല്ലേ? ഓക്കെ, താങ്ക്സ് ചേട്ടാ കണ്ടത്. ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എക്സ്പീരിയൻസ് ചോദിക്കുക. അപ്പോഴും നമ്മൾ എല്ലാവരും പരിചയപ്പെടുത്തായിരിക്കും. പാലോട് നടന്നൊന്ന് കയറട്ടെ, എന്നിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. ഞാനും എല്ലാവരും പരിചയപ്പെട്ടില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയിട്ട് ഇടയ്ക്കിടെങ്കിലും റെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പരിചയപ്പെടും. അപ്പോൾ അടിപൊളി ഒരു ട്രക്കിംഗ് ആയിരിക്കും. നമുക്ക് മുന്നോട്ട് പോകട്ടോ. നേരത്തെ വന്ന ടീമെല്ലാം ഇതുവഴിയാണോ പോകുന്നത്? നേരത്തെ പോയിട്ടുണ്ടല്ലേ ആള് മോൾ? ഒരു ടീം ആദ്യം ഫസ്റ്റ് പോയി. അവർ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 3 പേരോ? അവർ 5 പേരാണ്. അവർ 2 പേരില്ലേ? അങ്ങനെ അവർ രാവിലെ കൊണ്ടു. അവരിപ്പോൾ ഏതാണ്ട് അങ്ങെത്തിക്കാണ്. എത്തിക്കാണ്. വേറെ ടീം പോയില്ലേ? ഒരു ടീം രാവിലെ പോയാ? രാവിലെ 8 മണി ആകുമ്പോൾ തുടങ്ങും. സ്റ്റാർട്ട് ചെയ്യുമല്ലേ? 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 1:30 വരെ അവിടെ ഇരുത്തുള്ളൂ. തിരിച്ചിറങ്ങാനുള്ള ടൈമല്ലേ? കാലാവസ്ഥ മാറുന്നത് കുറച്ച് നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലത്. അതെ. ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവില്ലേ? അപ്പം നമ്മുടെ കൂടെ വന്ന ഒരു ഗൈഡ് ഇതാണ്. പേരെന്ന് പറയും ബിബിൻ. ബാക്കിയുള്ളവർ ഒരു 5-6 ടീമായിട്ടാണ് നമ്മൾ വരുന്നത്. ടീമായിട്ട് ഒരു ടീം മുന്നേ പോയിട്ടുണ്ട്. അതിൽ ഒരാൾ പോയിട്ടുണ്ട് ഗൈഡായിട്ട്. നമ്മുടെ ഈ ടീമിൽ നമ്മൾ 3 ഗൈഡായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. പേരെന്ന് പറയും. ഒരാളുടെ പേര് പ്രമോദ്, വിനോദ്. ബാക്കിൽ നിന്ന് 6 ഗൈഡ് വെച്ച് ഒരു ടീമെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളെ പേര് ബിബിൻ? എൻ്റെ പേര് ബിബിൻ. നമ്മുടെ ടീമിൽ ഇവിടെ നമ്മൾ 15 പേരുള്ളതുകൊണ്ട് 3 ഗൈഡ്. 3 ഗൈഡ്. അപ്പോൾ 15, അതാണ് നേരത്തെ പറഞ്ഞ 15 പേരുള്ളത്. 5 ആയിട്ടുള്ള 3 ടീമാണ്. 3 ഗൈഡ് നമ്മളോട് വന്നിട്ടുണ്ട്. 2 പേര് ഫ്രണ്ടേ പോകുന്നുണ്ട്. നമ്മളിവിടെയുള്ള ആൾക്കാരെല്ലാം എനിക്ക് തോന്നുന്നു കൂടുതലും തിരുവനന്തപുരത്തിനകത്ത് ഉള്ള ആൾക്കാർ തന്നെ. വട്ടിയൂർക്കാവ്, പാലോട്, നെടുമങ്ങാട് ആ സൈഡിലുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലുള്ളത്. പുറത്തുനിന്ന് സൈദ് ബ്രോ പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടോ? തിരുവനന്തപുരത്തിന് പുറത്ത്? കൊല്ലത്തുനിന്ന്. അതിർത്തി. അതെ. ഏകദേശം ഒരാൾ കൊല്ലത്തുനിന്ന്. ബാക്കിയെല്ലാം തിരുവനന്തപുരം എന്നുള്ള ആൾക്കാർ തന്നെയാണ്. ഇനിയും വരാനുണ്ട് ആൾക്കാർ. പിന്നെ ഇത് പറയാനുള്ളത്, നമ്മളിപ്പോൾ കൈതോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആണ് തിരിഞ്ഞല്ലേ ബ്രോ? കൈതോട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് 5-6 കിലോമീറ്റർ വന്നില്ലേ? 5.5 കിലോമീറ്റർ കൈതോട്. പിന്നെ ഈ നമ്മൾ നേരത്തെ തിരിഞ്ഞ ഒരു തിരുവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മളിപ്പോൾ വേറെ വഴി 6 കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ പിന്നെയും ഊരുകളുണ്ടല്ലേ? 2-3 ഊരിൻ്റെ കാര്യം പറഞ്ഞു. അതുവഴിയിൽ പോന്ന അല്ല, അതല്ല വണ്ടി പോകുന്ന പറഞ്ഞാൽ അതുവഴി. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന വഴി തന്നെ ജീപ്പ് പോകുന്ന ഊരുകളുണ്ട്. ഏകദേശം 50-ലേറെ കുടുംബങ്ങളുണ്ടാവില്ലേ? 50. ഇതിനകത്ത് 50-ലേറെ കുടുംബങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ വഴി ജീപ്പിൽ രാവിലെ പോകും എന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ അകത്തോട്ട് ഉള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എന്തായിരുന്നാലും ഇവിടെ വരുമ്പോൾ തന്നെ കറക്റ്റ് നല്ലൊരു റൈഡിൻ്റെ ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. ഈ കാണുന്ന മരങ്ങളൊന്നും നമ്മൾ പുറത്ത് കാണുന്ന മരങ്ങളോ ചെടികളോ ഒന്നും അല്ല കേട്ടോ. നമുക്ക് പരിചയമില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ ഇലകളും മരങ്ങളും എല്ലാം പരിചയമുള്ളതായിരിക്കും. നമ്മൾ പുറത്ത് കാണുന്ന എനിക്ക് തോന്നുന്നു ഒരു സംഭവം കാണാനില്ല. നമ്മൾ അഗസ്ത്യർകൂടത്തിൽ പോയപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. നമ്മൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. ഇവിടെ റേഞ്ചില്ല. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ചെടികളും മരങ്ങളും ഒക്കെ വേറെ ലെവലാണ്. നമ്മൾ കാണുന്ന സംഭവങ്ങളല്ല. പിന്നെ പേര് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ല. എന്തായാലും അട്ട കാണാൻ ചാൻസ് ഉണ്ട്.
ഉപ്പുവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അഗസ്ത്യാർ അടുത്ത് പോയ സ്റ്റിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആര് സ്റ്റിക്ക്, ട്രക്കിംഗ് സ്റ്റിക്ക് കാര്യങ്ങളൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ഞാനും എടുത്തില്ല. പിന്നെ ബ്രോ എനിക്കൊരു കമ്പ് വെട്ടി തന്നു, അത് നന്നായി. എന്തായാലും വണ്ടിയിലിരിക്കുകയാണ് സംഭവം. പിന്നെ ഞാൻ ക്യാമറ, ജസ്റ്റ് പവർ ബാങ്ക്, വെള്ളം, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. പിന്നെ 8:30 സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ഇറങ്ങുമായിരിക്കും. മുന്നോട്ട് നടക്കാം. ഒരേ ലെവൽ വഴി. നമ്മൾ കേരളം മുതൽ കയറ്റം തന്നെയാണ്. അതായത് ഇതുപോലെ ഒരു ഭയങ്കര കുത്ത് കയറ്റമല്ല, ഒരു സ്ലോപ്പ് കണക്കുള്ള കയറ്റം. വഴിതായി കാണുന്ന പോലെ തന്നെയാണ്, വീതിയുണ്ട്. ഇതാ ആനപ്പിണ്ട, രാത്രിയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ അട്ട മസ്റ്റായിട്ടുണ്ടാവും. കാല് ഷൂ അല്ല ഇട്ടത്, കാരണം അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഉപ്പുവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ പോണത്. എൻ്റെ കാലിൽ ഒരെണ്ണം കയറി, പക്ഷേ ഉപ്പുവെള്ളം ഒഴിച്ചിരുന്നതുകൊണ്ട് അതപ്പോഴാണ് തറപ്പോയി. എന്ത് സൈലൻ്റ് ആണ് നോക്കി, നമ്മൾ നടക്കുന്ന ആ ഒരു സൗണ്ട് മാത്രം. നമ്മൾ ഏകദേശം 1 മണിക്കൂർ ആവുന്നു നടക്കാൻ തുടങ്ങിയിട്ട്. അടിപൊളി മഴ, പ്രതീക്ഷിച്ച കാര്യമാണ്. ഏകദേശം പാതിയാവുന്ന കേട്ടോ. അപ്പോൾ മഴയുണ്ട്. പിന്നെ തിങ്ങി നിൽക്കുന്ന മരങ്ങളാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നല്ല മഴ പെയ്യുന്നുണ്ട്. നോക്കാം. ഒരു പകുതി എന്ന് വേണമെങ്കിൽ പറയാം. കൊള്ളാം. ഇത്ര ഹാർഡായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല, കയറ്റം ഇത്ര പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് വടിയൊന്നും എടുക്കാതൊന്നും ഇവിടെ നിന്ന് കിട്ടിയതാണ്, അതുകൊണ്ട് കുറച്ചും കൂടെ ആശായി. കൊള്ളാം, കുഴപ്പമില്ല. മുകളിലോട്ട് പോയി നോക്കാം നമുക്ക്. അപ്പോൾ ഏകദേശം പകുതി പോലുള്ള ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ആൾക്കാർ വരാനേ ഉള്ളൂ. എല്ലാവരും പുറകെയാണ്. ഗൈഡും വേറൊരു ചേട്ടനും നമ്മൾ രണ്ടും ഇങ്ങ് മുകളിലെത്തിയിട്ടുണ്ട്. പകുതിയിൽ മഴ ചാറുന്നുണ്ട്. ഒന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം മുകളിലോട്ട് പോകാം. പിന്നെ യാത്ര തുടരുകയാണ്. അട്ടയുണ്ട്. അട്ട ഇപ്പം തന്നെ കയറി വന്നിട്ടുണ്ട്. നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ പോവുകയാണ്. ഉപ്പുവെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കയറി വരുമ്പോഴത്തേക്ക് വെള്ളം ചെരുപ്പായിട്ട് ജസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പോകും. കാലിലോട്ട് കയറിയത് ഞാൻ അവിടെ നിന്ന് ഉപ്പുവെള്ളം ഒഴിച്ചിട്ടാണ് കയറിയത്. അതുകൊണ്ട് ചിലത് കയറിയിട്ട് അപ്പോൾ ഞാൻ ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ നിന്ന് കഴിഞ്ഞാൽ പണിയാണ്. ചിലർക്കിത് പേടിയാണ്, പക്ഷേ എനിക്ക് പേടിയല്ല. സ്കിൻ അലർജി ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് നന്നായിട്ട് ചൊറിയാൻ ചാൻസ് ഉണ്ട്. ഇത് കടിച്ചിട്ട് നമ്മൾ വലിച്ചിളക്കി കളയുന്നതിന് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും പിന്നെ അവിടെ ഇരുന്ന് തന്നെ ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഇത്ര ഒരു കെയർ കാണിക്കുന്നത്. അപ്പോൾ പകുതി ആ പാറയിൽ നിന്ന് നമ്മൾ ജസ്റ്റ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ എന്താ യാത്ര തുടരുകയാണ്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള മഴയൊന്നുമില്ല. കാട്ടിനകത്തുള്ള കാഴ്ചകളാണ്. പക്ഷെ നടവഴിയായിട്ട് തന്നെ നമുക്ക് തെളിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇപ്പോൾ നമ്മളെ ടീമിൽ 15 പേരുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും പുറകെയാണ്. നമ്മളിപ്പോൾ 2 പേര് ഫ്രണ്ടേ പോകുന്നു, ഞാൻ 3-ാമത്തെ ആൾ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം പുറകെ വരുന്നുണ്ട്. ഇനി 2-3 ഇനി നമ്മൾ ഈ മരം സൈഡെല്ലാം വിട്ടിട്ട് പാറകളിലൂടെയാണ് യാത്ര എന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് പോവാം. എന്താണ് കാഴ്ച? ഇപ്പോൾ വെയിലടിക്കുന്നു കേട്ടോ. ഇത്രയും നേരമായിട്ട് അല്പം വെയിൽ കിട്ടിയത് ഇപ്പോഴാണ്. നിൽക്കുന്നില്ല, പോവാം. നേരത്തെ നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, തിരിച്ചു വരുമ്പോൾ മഴയാണെങ്കിൽ ചിലപ്പോൾ കോട ഇറങ്ങിക്കഴിഞ്ഞ് ഒന്നും കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പിന്നെ വഴികൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാലും തിരിച്ചു വരുമ്പോൾ വഴി തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് ഇപ്പോൾ കോട ഇറങ്ങിയിട്ടുണ്ടേ. കാട്ടിനകത്തൂടെയുള്ള ഈ കാഴ്ച വളരെ മനോഹരം. വേറെ ഒരു ഡിസ്റ്റർബും ഇല്ല.
ഞാൻ ഈ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആണ്ടെ എന്തും മനോഹരമായിട്ടുള്ള കാഴ്ചയെന്ന് വെച്ചാൽ രക്ഷയില്ല. ഈ സൈഡാണ് അവിടെ ഇറങ്ങി വരുന്നുണ്ട്. കാടിൻ്റെ ആ ഒരു നല്ലൊരു ആംബിയൻസ്. നമുക്ക് അവിടെ ഒരു അടിപൊളി ഒരു BGM കൂടെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായി. പേരറിയില്ല. നമ്മുടെ അഗസ്ത്യാർകൂടം യാത്രയിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടായിരുന്നൊരു ചെടിയാണ് കേട്ടോ. അത് ഒരു സ്ഥലത്ത് ഇത് തന്നെ തിങ്ങി കിടക്കുന്നതുണ്ടായിരുന്നു. പൊക്കമില്ലാത്ത പറ്റിച്ചേർന്ന് നടക്കുന്നൊരു ചെടി. ഇനി നല്ലൊരു കയറ്റത്തിലേക്ക് പോവുകയാണേ. കയറി വരൂ. അയ്യോ, ഒരു കയ്യിൽ സ്റ്റിക്ക്, ഒരു കയ്യിൽ ക്യാമറ. കുഴപ്പമില്ല. നടന്ന് നമ്മൾ ഒരു ചെറിയൊരു വ്യൂ ഉള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പാറയാണ് കേട്ടോ. നെയ്യാർ ഡാമിൻ്റെ ആ ഒരു പരിസര പ്രദേശങ്ങൾ ഇവിടെ നിന്ന് കാണാം. ദൂരെയായിട്ട് കാണാമെന്നാണ് പറയുന്നത്. എനിക്കിവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്കൊരു അതേത് റിസർവർ അറിയോ? ഇതുകൊണ്ട് അവിടെ ഇതുകൊണ്ട് നെയ്യാർ ഡാമിൻ്റെ ആയിരിക്കുമോ? ആയിരിക്കില്ല. ആണ്. അവിടെ ഒരു റിസർവർ ഏരിയ കാണാം. ഏതാണെന്ന് അറിയില്ല. അവിടെ ഒരു കിടിലം ഒരു മലനിര കാണാം. ഏതാണെന്ന് എനിക്ക് പിടുത്തമില്ല. എന്തായിരുന്നാലും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇതൊക്കെ പറഞ്ഞു തരാം. ഇവിടെ നന്നായിട്ട് ഇപ്പോൾ കോട പോകുന്നുണ്ട്. ഇവിടെ ഇനി അങ്ങോട്ട് പാറ കിട്ടുകയാണ്. കൊള്ളാം. മുകളിലോട്ട് പോവാം. കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് മഴ പെയ്തത് കാരണം ആ കോടയും കൂടെ വന്നപ്പോഴാണ് ഭയങ്കരമായിട്ടുള്ളൊരു ബ്യൂട്ടി ആയിട്ട് തോന്നുന്നത് കേട്ടോ. ഒരു സൈഡിൽ നന്നായിട്ട് പുല്ല് വളർന്ന് കിടക്കുന്നുണ്ട്. നമ്മളിതാ ഇതുവഴിയാണ് കയറി വന്നത്. തൊട്ടപ്പുറത്താണ് നമ്മൾ നേരത്തെ നിന്നത്. ഇതുവഴിയാണ് ഇനി പോകാനുള്ളത്. നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട്. നേരത്തെ കണ്ട അതേ വ്യൂ തന്നെയാണ്. നമ്മൾ കുറച്ചുകൂടെ ഹൈറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്നാലും അതുപോലെ തന്നെ കാണാം. നമ്മുടെ പ്രമോദ് എന്ന് പറയുന്ന ഗൈഡാണ്. ഗൈഡ് ഏട്ടനാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ സൈഡായിട്ടൊരു ഇവിടെ നിന്നാൽ കാണാമല്ലേ. ഇവിടെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വെച്ചതാണോ ഈ കമ്പിയൊക്കെ? ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിസർവർ ഏരിയ കാണാം. പേപ്പാറ ഡാമിൻ്റെ ആണ്. പിന്നെ ഈ കാണുന്ന ഈ ഒരു വൈഡ് വ്യൂ ഇതാണ്. അടിപൊളി. നമ്മൾ ഇതുവഴിയാണ് കയറി വന്നത്. ഇവിടെ ഇതുപോലെ തന്നെ കമ്പി വരികളൊക്കെ മുന്നേ എപ്പോഴൊക്കെ വെച്ചിട്ടുള്ളതാണ്. കൊള്ളാം. എന്തായാലും ഇതൊക്കെ എന്തോന്നാണ് ചേട്ടാ? കാടിനകത്ത് മാത്രം കാണുന്ന സാധനങ്ങളാണ്. മരുന്ന് പേരുമില്ല അറിയാം മരത്തിൻ്റെ? ഇല്ല. ഒരു വെറൈറ്റി മരം. ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മരങ്ങളും ചെടികളും. ഇതിൻ്റെ ഇതാണ് നമ്മുടെ ഒരു കാരക്ക. ഏതാ? കല്ലുവാഴ ആണ്. അവിടെ ഒരു കല്ലുവാഴ നിൽപ്പുണ്ട്. നമ്മൾ ഫാൻസി ആയിട്ടൊക്കെ കടകളിൽ നിർത്തുന്ന സാധനം. പിന്നെ ഇതൊരു കാരക്കക്കാളും അല്പം കൂടെ വലിപ്പം വരും. നെല്ലി. വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ പേരുകളൊന്നും അറിയില്ല. സംഭവങ്ങളും മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമുക്കറിയാമെന്നുള്ളതാ. മുള നിൽപ്പുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകൾ. എന്തായാലും ഒരുപാട് ചെടികളുണ്ട്. ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അടുത്തൊരു പാറ.
ഇവിടെ ആൾക്കാർ നേരത്തെ വന്ന ആൾക്കാരുണ്ട്. വലിയൊരു സ്റ്റേ ആണ്, റെസ്റ്റാണെന്ന് തോന്നുന്നു. റെസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് വന്ന ടീമാണെന്ന് തോന്നുന്നു. റെസ്റ്റാണ്. ഇത് വേറൊരു വെറൈറ്റി. വേറെ ക്യാമറ കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചതായിരുന്നു. വെയിറ്റ് കാരണം കൊണ്ട് നടക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ടുവരാത്തതാണ്. ഇവിടെ കണ്ടോ സംഭവം PVC ആണ് കേട്ടോ. PVC ആണോ? അല്ല, അല്ലാത്ത കമ്പിയാണ്. നമ്മൾ നേരത്തെ നിന്നതിൻ്റെ നല്ല ഹൈറ്റ് ആയിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടെ കാണാം. കോട അടിച്ച് കയറുന്നുണ്ട്. അപ്പുറത്തൊരു റിസർവർ ഇവിടെ കാണാൻ പറ്റും. നെയ്യാർ ഡാമിൻ്റെ ആയിരിക്കും. അവിടെ പേപ്പാറ റിസർവർ വളരെ വിശാലമായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ടീമിൻ്റെ കൂടെ ഉള്ളതാണെന്ന് അറിയത്തില്ല. അത് നെയ്യാർ ഡാമിൻ്റെയാണ് ഈ സൈഡ് കാണുന്നത്. നമ്മുടെ പേപ്പാറ റിസർവർ. ഇത്രയും പേപ്പാറ നെയ്യാർ ഡാം, ഇത്രയും വിശാലമായിട്ടുള്ള ഒരു വൈഡ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പാറപ്പുറത്ത് നിന്ന് പിന്നെ നടത്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്ന ടീംസ് അവിടെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ വന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ. നമ്മളവിടെ ഉള്ള ആൾക്കാർ ഇതാ പോകുന്നു. അപ്പോൾ കൂടുതലും നമ്മുടെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ്. വിതുര, നെടുമങ്ങാട് ഏരിയയിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. നോക്കി, അടിപൊളി കാഴ്ച. സൂപ്പർ ലൈറ്റിങ്, അടിപൊളി. നമ്മൾ ഇതുവഴിയാണ് കയറി വന്നത് കേട്ടോ. പെട്ടെന്നൊരു ആംബിയൻസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും വിശാലമായിട്ടൊരു മൊട്ടക്കുന്നിലോട്ട് കയറിയിട്ടുണ്ട്. നേരത്തെ നിന്നതിൻ്റെ തന്നെ കുറച്ചുകൂടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ കണ്ട ആ ഒരു വൈഡ് വ്യൂവിൻ്റെ പിന്നെ കുറച്ചുകൂടെ മുകളിലേക്ക് കയറിയൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അടുത്ത് ഒരു വലിയൊരു മൊട്ടക്കുന്ന് കാണാൻ പറ്റും. പേരറിയില്ല. ഇവിടെ റിസർവർ. ഓക്കെ, മുന്നോട്ട് പോകാൻ പോകുന്നുണ്ട് ആൾക്കാർ. അട്ട എൻ്റെ കാലിൽ അത്രയും ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളം ഒഴിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഈ യാത്രയിൽ എനിക്കൊന്നുകൂടെ പറയാനുണ്ട്. നമ്മളെ അവിടെ നിന്ന് വേറെ ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. എന്നാലും വേറെ പ്ലാസ്റ്റിക്കോ അതുപോലുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഈ യാത്രയിൽ കണ്ടിട്ടില്ല. അത്ര വളരെ മനോഹരമായിട്ട് കിടക്കുന്ന ഒരു കാടിൻ്റെ ആംബിയൻസാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കോ അതുപോലുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവന്ന് വലിച്ചെറിയാതിരിക്കുക. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഇനി വരുന്നവർക്കും കിട്ടും. അതുകൊണ്ട് വരുന്നവർ ഒന്ന് പ്ലാസ്റ്റിക് കവർ അങ്ങനെ ഒന്ന് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ കൊണ്ടുവരുന്നവർ അതുപോലെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് അവിടെ നോക്കി ദൂരെ കാർമേഘം കാണാം, കുറച്ച് സ്ഥലത്ത് വെയിലും കാണാം. കണ്ട അടിപൊളി. മഴ പെയ്യുമെന്തോ അറിയില്ല. മുന്നോട്ട് പോവാം. അപ്പോൾ ആ കാണുന്ന മലയിൽ കാട്ടുപോത്തുണ്ട്. പക്ഷേ നമുക്ക് ഗോപ്രോയിൽ വളരെ പൊടിയായിട്ട് കാണാൻ പറ്റുള്ളൂ. നമുക്ക് കാണാൻ പറ്റും. ഫോണിലൊന്ന് സൂം ചെയ്ത് നോക്കിയാലും കാണാം. പക്ഷേ അതിൽ കാണാൻ പറ്റുമോ? ഞാൻ മറ്റേ ഫോട്ടോ മോഡ് ഇട്ട് സൂം ചെയ്തതാണ്ട് അവിടെ. ആ, അതിൽ മുമ്പിടിയായിട്ട് കാണാം. ആ കറുപ്പ് അവിടെ നിന്ന് മെയിൻ അതിൻ്റെ അതിൻ്റെ മുകളിൽ. കയ്യിലടിച്ച് കയറും ടില്ലറാണ്. ആ കാണുന്നില്ല അതേട്ടാ ഇത്. ആ, നമുക്ക് പോകാനുള്ളത് ഈ മലയിലാണ്, കതിർമുടി. അതിൻ്റെ ടോപ്പിലേക്കാണ് നമുക്ക് പോകാനുള്ളത് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട മലയൊക്കെ ഇപ്പോൾ കോട വന്നടിച്ച് പോകുന്നു. കാട്ടുപോത്ത് നിന്ന മല. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ ആ ഭയങ്കര കയറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 സ്പോട്ട് പാറയാണ് പറഞ്ഞത്. ഇപ്പോഴും അടുത്തൊരു പാറ, നമ്മൾ തൊട്ട് മുന്നേ ഒരല്പം മുന്നേ അടുത്തൊരു പാറ കവർ ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇതാ അടുത്തൊരു പാറയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം കയറിയ കടുത്ത കയറ്റം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ വിശാലമായിട്ടുള്ള കാഴ്ചകൾ. അടിപൊളിയാണ്, അടിപൊളി. അതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു അപ്പുറത്തെ ആ മലയിലേക്കാണ് നമുക്ക് കയറാനുള്ളത്. പാറ റിസ്ക് ഒന്നുമില്ല, ചർക്കലൊന്നുമില്ല. മഴ പെയ്ത് കിടക്കുകയാണ്, എന്നാലും പായലോ ചർക്കലോ ഒന്നുമില്ല. അടിപൊളി കാഴ്ചകളാണ്. പിന്നെ
ചെറിയ രീതിക്ക് തണുപ്പുണ്ട്, ചെറിയ വെയിലുണ്ട്, ചൂടൊന്നുമില്ല എന്തായാലും. കണ്ടോ, ചുറ്റും മലനിരകളാണ്, പാറക്കൂട്ടങ്ങളാണ്. കണ്ടോ, ഇനി പുറകെ ആൾക്കാർ വരുന്നുണ്ട്. കുറേ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെ ഫ്രണ്ട് ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ. ആ പാറക്കൂട്ടം കഴിഞ്ഞ് നമ്മളിതാ ഇനി അടുത്ത് നേരെ കതിർമുടി ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നേരത്തെ പോലെ അല്ല, പിന്നെയും വിശാലമായിട്ടുള്ള വഴിയാണ്, പുൽമേട് പോലത്തെ സ്ഥലം. എപ്പോഴും ഇങ്ങനെയാണോ ഇവിടുത്തെ കാഴ്ചകളെന്ന് അറിയില്ല. ഇപ്പോൾ എന്തായിരുന്നാലും ഇതാ ഇതുപോലെ പറ്റിച്ചേർന്ന് നടക്കുന്ന പുല്ലുകളാണ് ഉള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ട്രക്കിങ്ങും സോളോയും ഫാമിലിയായിട്ടൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തതൊന്ന് കാണുക. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. എപ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് കതിർമുടി ട്രക്കിങ് എന്താണെന്ന് കറക്റ്റായിട്ട് ഉള്ള ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ വരുമ്പോഴുള്ള കാഴ്ചകൾക്ക് അപ്പുറത്തെ ആ മലയിലേക്കാണ് നമുക്ക് കയറാനുള്ളത്. നമ്മുടെ ചേട്ടൻ ഇതാ പോകുന്നുണ്ട്. അവിടെ ഇവിടെ നല്ല ഒരു ഗ്യാപ്പ് പോലത്തെ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകണം. ഏത് വഴിയാണ് അപ്പുറത്തേക്ക് പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും മുന്നോട്ട് നടക്കാം. വളരെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടിയത്. 11 മണിയാവാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ വലുതായിട്ട് റെസ്റ്റൊന്നും എടുത്തിട്ടില്ല. ഒരിടത്ത് മാത്രം വെള്ളം കുടിക്കാൻ വേണ്ടി നിന്നു. പിന്നെ ഈ അട്ടയെ പിടിച്ച് നിൽക്കാൻ പോലും തോന്നിയില്ല. അങ്ങനെ പോന്നു. കൊള്ളാം. ഈ സൈഡ് വഴി ഇങ്ങനെ പോകുന്നു കേട്ടോ. ഇതുവഴി ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ വഴി കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ടാണ് അപ്പുറത്തേക്ക് ഇറങ്ങണമെന്നറിയില്ല. നമുക്ക് മുന്നേട്ട് പോലുള്ള ആൾക്കാർ കുറച്ചുകൂടെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ സ്ട്രെച്ചാണെന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് ഏട്ടാ, ഇതിൻ്റെ ടോപ്പാണോ? ആ ഓക്കെ. നമ്മൾ ഈ പോകുന്നതിൻ്റെ സന്തോഷം എത്താറായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിലാണ് നമുക്ക് എത്തിപ്പെടാനുള്ളത്. നൈസാണ് ഏട്ടാ, നൈസ് ട്രക്കിംഗ് ആണ്. വലിയ ഹാർഡായിട്ടൊന്നും തോന്നിയില്ല. ഉള്ളത് പറയാമല്ലോ, വലിയ ഹാർഡൊന്നുമല്ല, അടിപൊളിയാണ്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ ഇനി ഹാർഡാണെങ്കിൽ ഉള്ളതേ ഉള്ളൂ. എന്തായാലും അടിപൊളി. ഇവിടെ ചെറുതായിട്ടൊക്കെ ചെറിയ നീരുറകളൊക്കെ ഉണ്ട്. ഇത് വെള്ളം കുടിക്കാന്നുള്ളതിനല്ലേ? മുകളിലുണ്ടോ? മുകളിൽ നമ്മളെ കാത്ത് വെള്ളമുണ്ട്, അരുവികളുണ്ട്. നമ്മുടെ ആ പൊന്മുടിയില്ലേ, അതുപോലത്തെ ആ നടന്നു പോകുന്ന സംഭവം കുറച്ച് പുല്ല് ചെറുതാണെന്നേ ഉള്ളൂ. അതുപോലത്തെ ചെറിയ വഴികളാണ്, അത്രയേ ഉള്ളൂ. അല്ല വേറൊന്നുമില്ല. നേരത്തെ വന്നത് ഒട്ടും ഹാർഡല്ല. ആ പകുതി വരെ, അതുവരെ മാത്രം കുറച്ച് ഹാർഡെന്ന് പറയാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങോട്ട് വേറെ ഒരു ഹാർഡുമല്ല. അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിൻ്റ് നമ്മൾ എത്തുകയാണ്. നമുക്ക് വന്നിട്ടുള്ള ആദ്യം തിരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ എത്തി. 1 2 3 4 5 പേരെത്തി. 6 7 നമ്മുടെ അഖിലേഷ് ബ്രോ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കതിർമുടി ടോപ്പ്. ഇനി അങ്ങറ്റം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ സൈഡുള്ള വ്യൂ കാണാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മുടെ കതിർമുടി ട്രക്കിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വരുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു പാറയാണ്, ഓടിച്ചാടി കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു പാറയാണ് കേട്ടോ. നമ്മുടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി ആ സൈഡിലെ വ്യൂടെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ നമ്മളിതാ എൻഡ് പോയിന്റിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മെയിനായിട്ട് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ, ഈ ഏരിയ. ഇതെന്നറിയോ? അറിയില്ലല്ലേ? ഏതോ ഒരു മല, അറിയില്ല. ഇവിടെ ഒരു വലിയൊരു മുട്ടക്കുന്ന് കാണാം. അവിടെയാണ് നമ്മൾ നേരത്തെ കാട്ടുപോത്തിനെ കണ്ടത്.
അപ്പുറത്തെ സൈഡായിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പേപ്പാറ റിസർവോയർ. പേപ്പാറ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നു മക്കളെ, അടിപൊളി, സൂപ്പറാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ അടിപൊളിയാണ്. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. ദാ ചുറ്റും നോക്ക്, കണ്ടോ ഈ സൈഡ് ദാ കോട ഇറങ്ങി വരുന്നുണ്ട്. കോടയും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്കിനി കുറച്ച് ടൈം ഇവിടെ ഉണ്ട്, കുറച്ച് ടൈം നമുക്കിവിടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ 1:30 വരെ നമുക്കിവിടെ ചിലവാക്കാം എന്നാണ് ഞാൻ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാഗിൽ വേറെ ഒന്നുമില്ല, ഇപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. 1:30 വരെ ഇവിടെ ചിലവഴിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ആൾക്കാർ വന്നിട്ടുള്ള വടിയൊക്കെ കിടക്കുന്നുണ്ട്. ഇതാ ഒരു പാറ നല്ലൊരു ഷേപ്പിലിരിപ്പുണ്ട് കേട്ടോ. ഇവിടെ നോക്കി കോട വന്ന് നോക്കി. ഇവിടെ നിന്ന് ആ ഒരു ചരിവാണ്. കാരണം നമ്മൾ അപ്പുറ സൈഡിൽ നിന്ന് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ചരിവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വന്നത് ഈ സൈഡ് വഴി ഇങ്ങനെ നടന്നാണ് ഇങ്ങനെ കയറി വന്നത്. ഇങ്ങനെയുണ്ട്. നമ്മുടെ കതിർമുടി ട്രക്കിൻ്റെ ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുത്തത്, ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ ശനി ഞായറുമാണ് ഇവിടെ ട്രക്കിങ് ആൾക്കാർ കൂടുതൽ വരുന്നതെന്ന് പറയുന്നു. എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ പീക്ക് നെസ്റ്റ് എന്ന് പറഞ്ഞ ചാനലിലോ അല്ലെങ്കിൽ സജിത്ത് കോട്ടൂറല്ല സജിത്ത് എന്തോ ഞാൻ പേരാദ്യം പറഞ്ഞിട്ടുണ്ട്, ആ ചാനലിൽ നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കാം. ഇതുപോലെ ടീമായിട്ട് വരണമെങ്കിൽ നിങ്ങൾ 1-2 പേരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ടീമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതായിരിക്കും നല്ലത്. കാരണം ഞാൻ സിംഗിളായിട്ടാണ് വന്നത്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് പരിചയക്കാരെ കിട്ടി, സജിത്തുകാരനെ അറിയായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ വരാൻ താല്പര്യപ്പെടുന്നവർ അല്ലെങ്കിൽ 5 പേരുടെ ക്യാഷ് കൊടുക്കേണ്ടി വരും. ഞാൻ റേറ്റ് പറയാത്തത്, റേറ്റ് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം. ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇതുവരെ സജിത്തേട്ടൻ പറഞ്ഞിട്ടില്ല റേറ്റ് എന്താണെന്ന്. അത് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം. എന്തായാലും ഇപ്പോൾ 11 മണിയാകുന്നേ ഉള്ളൂ. 9 മണിക്ക് നമ്മളെ നടത്തം തുടങ്ങി. 8 മണിക്ക് 8:30 ആയപ്പോൾ നമ്മൾ അവിടെ എത്തി. ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 9 മണിക്ക് നമ്മൾ തുടങ്ങി. 11 മണിയായപ്പോൾ എത്തി. ഒരു ക്ഷീണമില്ല, ഒരു പ്രയാസമില്ല. നല്ല ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. ട്രക്കിംഗ് നൈസായിട്ടുള്ളൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല കാഴ്ചകളൊക്കെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഉറപ്പായിട്ടും നമ്മുടെ കതിർമുടി വരാവുന്നതാണ് കേട്ടോ. ഒരു പ്രശ്നമില്ല, അടിപൊളി, സൂപ്പറാണ്. നിങ്ങൾ കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങളുടെ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കട്ടെ. നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് കോട്ടൂരിൻ്റെ അടുത്ത് ഇതുപോലൊരു അടിപൊളിയായിട്ടുള്ളൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നായിരുന്നാലും കാണണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തി കൂടെയാണ് നമ്മുടെ അഖിലേഷ് ബ്രോ. ഞാൻ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. നമ്മുടെ ഏജിൽ അല്ലെങ്കിൽ നമ്മുടെ നിരക്കാരായിട്ടുള്ള വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അങ്ങനെയാണ് സൈതന്നെ പരിചയം, ഈ പുള്ളി അങ്ങനെയാണ് പരിചയം. ഈ ട്രക്കിൽ മറ്റൊരു സന്തോഷം, ഇവർ രണ്ടുപേരെ നേരിൽ കാണാൻ പറ്റി എന്നുള്ളതാണ്. ട്രക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കാം, എങ്ങനെയുണ്ട്? അമ്മോ അടിപൊളി എന്ന് വെച്ചാൽ വീട്ടിൻ്റെ അടുത്ത് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് ഇതുവരെ അറിഞ്ഞില്ല. യൂട്യൂബിൽ കുറച്ച് വീഡിയോസേ ഉള്ളൂ. അതുപോലെ സജിത്ത് വീഡിയോ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ളതൊക്കെ അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പം സജിത്തിന് അതിന് വേണ്ടിയിട്ട് ഒരു താങ്ക്സ്. പിന്നെ ഈ ഒരു ട്രക്കിങ്ങിൽ ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. ആദ്യമായിട്ടാണ് സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ഇതുപോലെ ഒരു ട്രക്കിങ്. എല്ലാവരും നമ്മൾ ഇപ്പം പ്രശാന്ത് ബ്രോയാണെങ്കിൽ പോലും നമ്മൾ വന്നപ്പോഴത്തേക്ക് കണ്ട് പരിചയപ്പെട്ടതാണ്, സംസാരിച്ചാണ് പരിചയപ്പെട്ടത്. അതുപോലെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള കുറച്ച് പേരൊക്കെ ഇതിലുണ്ട്. അവരെയൊക്കെ കണ്ട് പരിചയപ്പെടാനൊക്കെ പറ്റി. തീർത്തും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അടിപൊളി. ഓക്കെ, അപ്പോഴേ നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇനി വരുന്നേ ഉള്ളൂ. സൈത്തേട്ടനൊക്കെ വരുന്നേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കൂടെ ഒക്കെ പരിചയപ്പെടാം. വരട്ടെ. എന്തായിരുന്നാലും അടിപൊളി ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ്, ഒന്നും പറയാനില്ല. ബാക്കിയുള്ള കിടിലങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. ആ പാറപ്പുറത്ത് പൊടിയായിട്ട് കാണാൻ വരുന്നുണ്ട് കേട്ടോ. ഇനി വരട്ടെ, കുറച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് പഴവും വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, വെള്ളം കുടിക്കട്ടെ. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞു വിശാലമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ട്രക്കിങ്ങിനുള്ള ആൾക്കാരും എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ സൈഡിലാണ് ഇരുന്നത്. ആ സൈഡിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇനി ഈ സൈഡിലോട്ട് എന്തെങ്കിലും കാഴ്ചകളൂടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ സജിത്ത് ബ്രോയും ബാക്കിയുള്ള ടീംസൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് പേര് നടക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇനി അങ്ങോട്ട് സ്ഥലങ്ങളൊന്നും വലുതായിട്ടില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഗൈഡുകളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് അറിയില്ല അങ്ങോട്ട് സ്ഥലമുണ്ടോയെന്ന്. എന്തായിരുന്നാലും ഇല്ല, ഇത്ര തന്നെയാണ് നമ്മളതായി കാണുന്ന ഈ വൈഡ് വ്യൂ. പിന്നെ നമ്മൾ ചുറ്റും കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സൈഡ് അഗസ്ത്യാർകൂടം സൈഡാണ്. പിന്നെ പോകുന്ന വഴികൾ, പിന്നെ ബോണക്കാട് സൈഡ് ഐഷർ കാണാൻ പറ്റും കേട്ടോ. ഐഷർ കാണാൻ പറ്റും. പിന്നെ വിതുര സൈഡ്, പിന്നെ പേപ്പാറ,
പിന്നെ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നെയ്യാർ ഡാം, അങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും സിറ്റിയിലുള്ള, അല്ലെങ്കിൽ നമ്മൾ തിരുവനന്തപുരം ഭാഗം. പിന്നെ ഈ എനിക്ക് പുറകിലായിട്ട് വരുന്ന തമിഴ്നാടിൻ്റെ സൈഡിൽ അതത്ര നമുക്ക് ഈ കതിർമുടി ട്രക്കിങ്ങിൽ വരുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കതിർമുടി ട്രക്കിംഗ് എന്നുള്ളത്. ട്രക്കിംഗ് ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ സജിത് ബ്രോയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അവർ എന്താണ് പാക്കേജായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അവരും കൂടെ വരാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. മഴ പെയ്ത് വരുന്ന കാഴ്ചയാണ് കേട്ടോ. ദൂരെ ഇതൊക്കെ അവിടെ നിന്ന് മഴ പെയ്തുകൊണ്ട് പറയുകയാണ്. നമുക്ക് ഇവിടെ നിന്നാൽ കാണാം മഴ പെയ്ത് വരുന്നത്. ഇപ്പുറ സൈഡ് നല്ല വെയിൽ. ഇങ്ങനെ വരുമോ മഴ? അവിടെ നിന്ന് പെയ്താ ഫൈനൽ മഴ പെയ്തു മിക്കവാറും ഫുള്ള് നനഞ്ഞ് കുളിക്കുന്ന കോളാണ് കേട്ടോ. അവിടെ നിന്ന് പെയ്തുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. മഴ പെയ്യും ബാഗ് മാറ്റ ബാഗ്. അവസാനം ഇവിടെ മഴ പെയ്തു കേട്ടോ. എല്ലാവരും റെയിൻ കോട്ടിന് അത് കയറി. ബാഗോ അല്ലെങ്കിൽ ഒതുങ്ങിക്കാൻ കുറച്ചുകൂടെ അപ്പുറത്തെ മരങ്ങളുണ്ട്. അവിടെ നിന്ന് പെയ്ത് വന്ന മഴ ഇവിടെ ജസ്റ്റ് അങ്ങനെ പെയ്ത് അങ്ങ് പോയി. റെയിൻ കോട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഒരു രസം, അത്രേ ഉള്ളൂ. കൊള്ളാം. എന്തായാലും ഇപ്പോൾ നല്ല അടിപൊളി കാലാവസ്ഥയായിട്ടുണ്ട്, നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ. പക്ഷെ വെയിൽ വരുന്നുണ്ട്. ഇവിടെ എല്ലാവരും നനഞ്ഞ് നിൽക്കുന്നത്. ഇവരുടെ പാക്കേജിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇവർ ഉച്ചത്തേക്കുള്ള ഫുഡും കൂടെ അവിടെ നിന്ന് കരുതിയിട്ടുണ്ട്. അതായത് വീട്ടിൽ നിന്ന് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഒരു പൊതിയാണ്, പൊതിക്കകത്ത് അടിപൊളി മരിച്ചിനി, അതുപോലെ തന്നെ ഒരു ചമ്മന്തി. അപ്പോൾ ഇത് ഇവരുടെ പാക്കേജിൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. ഇത്രയും ദൂരം നടന്നു വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം വിശപ്പായിട്ടുണ്ട്. ഈ ഫുഡ് മാച്ചായിരുന്നു. മഴ പെയ്യും 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 എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ കുറേ പ്രാവശ്യം. അവസാനം അത് തന്നെ സംഭവിച്ചു. മഴ പെയ്തു, നമ്മളെല്ലാവരും നനഞ്ഞു. എല്ലാവരുടെയും കയ്യിൽ റെയിൻ കോട്ട് ഉണ്ടായിരുന്നത് നന്നായി. എന്തായാലും കാടിനകത്ത് കതിർമുടി ഇത്രയും ഹൈറ്റിലുള്ള ഈ പ്രദേശത്ത് മഴ നനഞ്ഞ് കോട കൊണ്ട് കാറ്റ് കൊണ്ട് കുറച്ച് നേരം അങ്ങ് അടിച്ചു പൊളിച്ചു എല്ലാവരും. അടിപൊളി. എന്തായാലും നഷ്ടമൊന്നുമില്ലല്ലോ. എവിടെ പറഞ്ഞേ? വട്ടിയൂർക്ക. പേര് സുനീഷ്. നിങ്ങൾ ആദ്യമായിട്ടല്ലേ പറഞ്ഞ സ്ഥലം എവിടെ? വിതിര. ഓക്കെ, എവിടെയാണ് പേര്? സ്ഥലം പേരൂടെ പറഞ്ഞോ. സ്ഥലം ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ തീരുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇവരുടെ പാക്കേജിൻ്റെ കൂടെ ഫുഡുണ്ട്, പിന്നെ വൈകുന്നേരത്തെ ചായയുടെയുണ്ട്. ഉച്ചക്കുള്ള അടിപൊളി മരിച്ചിനി ചമ്മന്തിയായിരുന്നു ഇന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കതിർമുടി ട്രക്കിങ്ങിന് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പീക്ക് നെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം 50 പേര് ഇവിടെ ഉണ്ട്. കാരണം വേറെ അല്ലാണ്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മളിനി താഴേക്ക് പോവാണ് പതുക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം. അടുത്ത ഒരു വിശേഷമായിട്ട് കാണാം. നമ്മളിനി നടന്ന് ഒരു 1-2 മണിക്കൂർ എടുക്കും താഴെത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പതുക്കെ നമ്മൾ താഴോട്ട് നടക്കുകയാണ്. ഇനി താഴോട്ട് പോകുന്നതിൽ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ മാത്രം, മഴ പെയ്തിട്ടുണ്ട്, എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ മാത്രം കാണിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എന്തായിരുന്നാലും അടുത്തൊരു വിശേഷത്തിൽ കാണാം. ബൈ.